ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിൽ പോകുന്ന വീഡിയോ ആണ്. ദുബായ് ടു കാലിക്കറ്റ്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഒരു 5 മണിക്ക് ഇറങ്ങി. നമുക്ക് രാത്രി 1:30 ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങി. ഇനി യാത്ര പറച്ചിലാണ്. ഇത് വല്ലാത്തൊരു ഇടങ്ങേറാണ്. താത്താനായിട്ട് ഒരു 1.5 വർഷത്തോളമായി സ്നേഹിച്ചിട്ടും അടി കൂടിയിട്ടും ഒക്കെ ആയിട്ട് കഴിയുന്നത്. താത്താക്കെല്ലാം സങ്കടമുണ്ട്. വേറെ മക്കളും ഭയങ്കര അറ്റാച്ച്ഡാണ് താത്താനായിട്ട്. അത് എവിടെ പോകുമ്പോഴും മക്കളിനായിട്ട് പോവുക. പക്ഷെ എനിക്ക് സങ്കടമില്ലായിട്ടില്ല. പക്ഷെ ഞാൻ ചിലപ്പോൾ കരഞ്ഞ ചിലപ്പോൾ എനിക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മെൻ്റലി ഞാൻ ഡൗൺ ആവും. അപ്പോൾ അത് കണ്ട മക്കൾക്കും ഭയങ്കര വിഷമമാണ്. മക്കൾ നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ വന്നിട്ട് എൻക്വയറി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളൊന്ന് ബോൾഡായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു സ്ട്രെസ്സ് മക്കളിലേക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് സങ്കടമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട്. അതിനനുസരിച്ച് സന്തോഷമുണ്ട്. കാരണം നാട്ടിൽ പോവാണ്. മെയിനായിട്ട് കല്യാണം, ബ്രദറിൻ്റെ മാരേജ് ഉണ്ട്. ബ്രദർ നമ്മൾ ദുബായിൽ നിന്ന് മീറ്റാക്കും. ഡയറക്റ്റ് എയർപോർട്ടിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലുപരി എൻ്റെ ഉപ്പ നാട്ടിൽ വന്നിട്ട് 3 വർഷത്തിന് ശേഷം ഉപ്പാനെ കാണാണ്. അതുപോലെ തന്നെ ഉമ്മയുടെ ബ്രദർ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ സന്തോഷം ഒരുപാടുണ്ട്. ഉപ്പ അന്ന് ജനയുടെ ഡെലിവറി ടൈമിലുണ്ടായിരുന്നാണ് കൂടെ. പിന്നെ ഇപ്പോൾ നാട്ടിൽ വന്ന് പോയിരുന്നു, നമ്മളും നാട്ടിൽ പോയിരുന്നു. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് കാണാൻ പറ്റിയ ടൈം ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ വരുന്ന വഴിക്ക് നമ്മളൊരു 7 മണിക്കായി ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദുബായിലെത്തുമ്പോൾ. അപ്പം അങ്ങനെ നമ്മൾ ജസ്സനെ വിളിച്ചപ്പോൾ അവൾ വരുന്നുണ്ട് പറഞ്ഞ എയർപോർട്ടിലേക്ക്. അപ്പോൾ നമ്മൾ അവളെ പിക്ക് ചെയ്യാൻ പോയി. പുറത്ത് നല്ല ചൂടല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മാളിൻ്റെ ഉള്ളിൽ കയറി അവൾക്കൊരു ഏർജൻറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ കുറച്ച് നേരം മക്കളവിടെ ജന്ന അബുദാബിയിൽ നിന്ന് ദുബായി എത്തുന്നവരെ ഉറക്കം തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ എനർജി ആൾക്കുണ്ട്. അപ്പോൾ ആൾ ഭയങ്കര ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ സിസ്റ്റത്തേക്ക് വൈഫൈ തീരെ കണക്റ്റ് ആവണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മളവിടെ നിന്ന് മെല്ലെ ഇറങ്ങിയിട്ട് ഒരു കോഫി ഷോപ്പിൽ പോയി, ഇറ്റാലിയൻ കോഫി ഷോപ്പിൽ പോയി. കഫേ ബാർബറ പറഞ്ഞൊരു. അപ്പോൾ അവിടെ നമുക്ക് വൈഫൈ സെറ്റായി, സിസ്റ്റത്തേക്ക് കണക്റ്റായി. അപ്പോൾ ജസ്റ്റ് അവളുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ 2 ഐസ്ക്രീമൊക്കെ കഴിച്ച്. ഫസ്റ്റ് ഓർഡർ ചെയ്ത് പിസ്താഷ്യോ ആണ്. ഭയങ്കര റിച്ച് ഫ്ലേവർ ആയിരുന്നു. ക്രഷ്ഡ് നട്ട്സൊക്കെ ആയിട്ടുള്ള റിച്ച് ഫ്ലേവർ ആയിരുന്നു. അപ്പോഴാണ് അവിടെ ഒറിയോ കണ്ടത്. അപ്പോൾ ഒറിയോ വേണം പറഞ്ഞിട്ട് അത് കഴിച്ച്. അപ്പോൾ മറ്റാൾക്കും അതിൽ നിന്ന് തന്നെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കായിട്ട് വാങ്ങിച്ചിരുന്നു. ഒരു കപ്പ് വാങ്ങിച്ചിട്ട് നമ്മളത് ഷെയർ ചെയ്ത് കൊടുത്തു. കാരണം കഴിക്കില്ല. ജനക്കാച്ചും തണുപ്പ് വലിയ ഇഷ്ടമില്ല. പക്ഷേ മൂത്തൊരു കാട്ടുന്ന പോലെ താഴെയുള്ളവർ അനുകരിക്കാൻ ശ്രമിക്കുമല്ലോ, ആസ് യൂഷ്വൽ. അതുപോലെ തന്നെ ഞാനും കുറച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ട്രൈ പറഞ്ഞ പോലെ ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ഫ്ലേവർ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. പിന്നെ നമ്മളൊരു ബബിൾ ടീ അല്ല, ബബിൾ ജ്യൂസ് എന്നൊക്കെ പറയുന്ന പോലെ വേറെ എന്തോ പേരാണ്, മിൽബ അങ്ങനെ എന്തോ പേരാണ് അവർ പറഞ്ഞത്. നമ്മളുടെ ഈ ഷെമാം ജ്യൂസിൽ, അതായത് കുറച്ച് ക്രീമി ആയിട്ടുള്ള ടൈപ്പുള്ള ജ്യൂസ് ആയിരുന്നു. അതിൽ നമ്മളുടെ ബോബാസ് ഇട്ടിട്ടുള്ള ഒരു ഡ്രിങ്ക്, അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് ഇനിയും ടൈമുണ്ട്, കാരണം ഫ്ലൈറ്റ് 3 മണിക്കാണ്. പിന്നെ ഡിലായി. അപ്പം ഇനി ഡിലാവില്ലെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം മാളിലൊക്കെ ഒന്ന് കറങ്ങി. പിന്നെ മക്കളോട് ഇങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇടങ്ങാറാക്കി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ജനക്ക് എന്ത് പറഞ്ഞാലും ഞാൻ കരയും, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള ആളാണ്. നമ്മൾ പറയണ പോലെ നമ്മൾ ചെയ്ത് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമല്ലോ. പിന്നെ ഞാൻ വലുതായിക്കണം, ഞാൻ വലിയ കുട്ടിയായിക്കണം, ജന്നെ കരഞ്ഞാലും ഞാൻ കരയില്ല, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ജെസ്സയുടെ വർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ നമ്മൾ ഒരു 11:30-12 മണി ആവാനായി. നമുക്ക് എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏതായാലും ഇനി ഫുഡ് കഴിച്ചിട്ട് വെച്ചിട്ട് നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തുള്ള തന്നെ സംസം മന്തി റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടേഴ്സായിട്ട് നമുക്ക് ഒരു സാലഡ്, സൂപ്പ് ഒക്കെ കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഓർഡർ ചെയ്ത മന്തി എത്തി. നമ്മൾ ഹാഫ് ചിക്കനും ഹാഫ് ഫിഷുമാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അതിനോടൊപ്പം റൈത്ത ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ടൊമാറ്റോ ചട്നി, പിന്നെ നമ്മുടെ ചില്ലി ചട്നി, പിന്നെ സാലഡും. നമ്മളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് മക്കളെ കൊണ്ടും കഴിപ്പിച്ച്. കാരണം ഇനി എയർപോർട്ടിൽ നമ്മൾ ഡയറക്റ്റ് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ഇനി അവിടെ ചെക്കിങ്ങും കാര്യങ്ങളും ബോർഡിംഗ് പാസ് കിട്ടില്ല. അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ നമുക്ക് രണ്ടാളെയും കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ രണ്ടാൾക്കും ഫുഡൊക്കെ നിർബന്ധിച്ച് കഴിപ്പിച്ച്. പിന്നെ ജസ്സിൻ കഴിച്ചു. പിന്നെ നമുക്ക് ലാസ്റ്റ് ഒരു ലുക്കിമാത്ത് സ്വീറ്റ്സ്, അങ്ങനെ തന്നെ പ്രൊണൗൺസിയേഷൻ തോന്നണം, അറിയില്ല, അത് കൊടുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. മക്കളുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു. നമ്മളിനി ഡയറക്റ്റ് എയർപോർട്ടിൽ പോവാണ്.
അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. ബ്രദർ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ യാത്ര കുറച്ചെല്ലാം രണ്ടാളതുവരെ വിചാരിച്ച് ഇപ്പിച്ചും കൂടെ ഉണ്ടാവുന്നതാണ്. പിന്നെ കാറിൽ കയറി പോകുന്നുണ്ടപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ് സങ്കടമൊക്കെ വന്ന് പിന്നെ ഒരു വിധത്തിൽ നമ്മൾ അകത്തേക്ക് കയറി. ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ട് നമ്മൾ വെയിറ്റിങ്ങിലിരിക്കുകയാണ്. പാസ്സോടെ ഉറങ്ങേണ്ട ടൈം ആയിക്കണം ചെന്നെ. പിന്നെ ഇനി ഉറക്കമുണ്ടാവില്ല, കാരണം അവൾ കുറച്ചധികം നേരം ഉറങ്ങിയിരിക്കണം. സോ പിന്നെ കറക്റ്റ് ടൈമിന് ഉറങ്ങണം. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. അൽഹംദുലില്ലാ വിചാരിച്ച പോലെ മക്കളെ കൊണ്ടും കുഴപ്പമില്ല. എല്ലാം കൊണ്ടും ലഗേജ് വെയിറ്റിൻ്റെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഇനി ഫ്ലൈറ്റിൻ്റെ അവിടേക്ക് പോവാണ്. അസ് പറഞ്ഞ പോലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളിനി ഫ്ലൈറ്റ് കയറാൻ പോയി. തന്നെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇൻട്രസ്റ്റിലിരിക്കുകയാണ് ഫ്ലൈറ്റ് കയറുന്നതിൻ്റെ. അപ്പോൾ ബസ് നിർത്തിയപ്പോൾ ഇറങ്ങാൻ ഭയങ്കര തിരക്ക്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് അവിടെ ഇറങ്ങിയപ്പോൾ ഫ്ലൈറ്റ് കണ്ടൊരു എക്സൈറ്റ്മെൻറ്റാണ് ആൾക്ക്. നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ആ സന്തോഷം നമുക്ക് ആ മുഖത്ത് കാണാം. പിന്നെ ആൾ സീറ്റിലൊക്കെ ഇരുന്ന് ഒറ്റയ്ക്ക് തന്നെ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടുന്ന വലിയ ആൾക്കാരുടെ പോലെ ഒറ്റയ്ക്ക് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ടിരിക്കും. ബാസിൽക്ക് പിന്നെ ലഗേജൊക്കെ സെറ്റ് ആക്കണം, മേലൊക്കെ വെക്കണ തിരക്കിലാണ്. അപ്പോൾ അസ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അസൊക്കെ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടു. പിന്നെ ഫ്ലൈറ്റ് എടുത്തതിന് ശേഷം പിന്നെ ജന്ന വന്ന് മടിയിരിക്കുകയായിരുന്നു. പിന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണ വരെ മടിയിൽ തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ അസനെ സീറ്റിലൊക്കെ കിടത്തി. പിന്നെ കോഴിക്കോട് എത്തണ വരെ അസ ഉറങ്ങിയിരുന്നു. ജന്ന കുറച്ച് നേരം ഉറങ്ങിയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്ത്. അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോസൊന്നും എടുത്തില്ല. ലാൻഡ് ചെയ്തപ്പോൾ പിന്നെ രണ്ടാളിനെയും വിളിച്ച്, കാരണം ഇനിയിപ്പോൾ ലഗേജൊക്കെ എടുക്കണം. അപ്പോൾ ഇനി രണ്ടാളും ഉറങ്ങിയാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ രണ്ടാളിനെയും വിളിച്ച്. ജന്നത് ആ കവറൊക്കെ എടുത്തിട്ട് ഇറങ്ങാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു അസനം കാട്ടി ഇൻട്രസ്റ്റ് ജന്നക്കാണ്. ജന്ന ഭയങ്കര ഇതിലാണ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നത്. നാട്ടിൽ പോവുകയാണ്. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ ഫസ്റ്റത്തെ ഒരു ഇത് നമുക്കൊന്ന് ഫ്രഷപ്പ് ആവണം. എല്ലാവർക്കും ഒന്ന് ഫ്രഷപ്പ് ആവണം. മക്കൾക്കായാലും മക്കൾ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചാൽ അവർ ഓക്കെ ആവും. അപ്പോൾ എടുക്കാൻ ചെല്ലാത്ത പരിഭവത്തിലാണ് മെല്ലെ മെല്ലെ നടന്നു വരുന്നത്. അപ്പോൾ അതാ രണ്ടാളങ്ങനെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ലഗേജിന് വെയിറ്റ് ചെയ്യാണ്. രണ്ടാളും 2 ട്രോളി എടുത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ലഗേജ് കിട്ടാൻ കുറച്ച് ലേറ്റായി. അപ്പോഴത്തേനും വിളിക്കാനുള്ളവരൊക്കെ വന്നു. അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം അവനെ കണ്ടപ്പോൾ. ഉപ്പയും മാമനും അക്കുക്കയും, അതായത് ബാസിൽക്കാരുടെ ബ്രദറാണ് അക്കുക്കയും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ മാമയുടെ ചെറിയ മോനും ഉണ്ടായിരുന്നു. മാമ ഭയങ്കര ബിസിയാണ്, കാരണം നമുക്കിവിടെ വണ്ടി അധികം പാർക്ക് ചെയ്യാൻ പറ്റില്ല, റോഡ് സൈഡിലാണ്. നമ്മൾ വേഗം ലഗേജ് വെക്കണ തിരക്കിലാണ്. നമ്മൾ ലഗേജൊക്കെ വെച്ച് നമ്മളിതാ യാത്ര തുടങ്ങി. ജന്ന പിന്നെ ഉറക്കായി. അസ താഴത്തുണ്ട്. ജന്നയും പിന്നെ അവിടെ എത്തുന്ന ഒരു ഉറക്കം തന്നെയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് ചെറുതായിട്ടൊരു ചായ കുടിക്കാൻ ഇറങ്ങി. നമുക്ക് ഇങ്ങനെ നാട്ടിലെത്തിയ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞ് തട്ടുകട ടൈപ്പാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ചെറിയ രീതിയിൽ ഫുഡൊക്കെ കഴിച്ച്. മക്കൾ കഴിച്ചില്ല കേട്ടോ. മക്കൾ രണ്ടാളും കഴിച്ചില്ല. അസ പിന്നെ ഫുൾ ടൈം ഉറക്കിയിരുന്നു. അപ്പോൾ മക്കളെ നിർബന്ധിച്ചില്ല, കാരണം ഇനി വൊമിറ്റ് ചെയ്യട്ടും ചെയ്താൽ അതും അവർക്ക് ഇടങ്ങാറാണ്. അപ്പോൾ അങ്ങനെ മയങ്ങി അവസാനം നമ്മൾ വീട്ടിലെത്തി. ഫസ്റ്റ് നമ്മൾ പോയത് ബാസിൽക്കാരുടെ വീട്ടിലേക്കാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. എല്ലാവരും കണ്ട്. ഉപ്പപ്പ, ഉമ്മമ്മ, മൂത്താപ്പ, മൂത്തമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. മാമൻ്റെ മക്കൾ, ബാസിൽക്കാട് അനിയത്തി. ഒരുപാട് സന്തോഷം. ഉപ്പപ്പൊക്കെ കരഞ്ഞ് സീനാക്കി. പിന്നെ അപ്പം എല്ലാവരും കണ്ടതിലും ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ കുറേ കാത്തിരുന്നിട്ട് വരില്ലേ. ജന്നയുടെ നോട്ടം കണ്ട് എന്താണ് ഇവർ കാട്ടിക്കൂട്ടണമെന്നുള്ള രീതിയിലാണ് ജന്ന നോക്കുന്നത്. അപ്പോൾ രണ്ടാളും ഭയങ്കര ഇതിലാണ്, എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവം എന്നുള്ള രീതിയിലാണ് രണ്ടാളും ഇരിക്കുന്നത്. രണ്ടാൾക്ക് ഉറക്കക്ഷീണമുണ്ട്, കാര്യമായിട്ട് തന്നെ ഉണ്ട് ഉറക്കക്ഷീണം. പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അവിടുന്ന് രാത്രി ഫ്ലൈറ്റ് കയറുന്നതിന് മുന്നേ ഫുഡ് കഴിച്ച് ഇറങ്ങിയതാണ്. പിന്നെ ഒന്നും കഴിച്ചില്ല. ഇതാണ് മാമൻ്റെ മോള്, മാമി. അപ്പോൾ അവർ തറവാട്ടിലായിരുന്നു. അപ്പോൾ അവരിനൊക്കെ കണ്ട് പോയി. പിന്നെ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയത്. എൻ്റെ വീട്ടിൽ പിന്നെ കാര്യമില്ല, എൻ്റെ അനിയത്തികളെ കൊണ്ട് പറയില്ല. ഒരു മൈൻഡ് പറഞ്ഞ സാധനം ഒരാൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അസനെടുത്ത് കയറിയത്. അസനെടുക്കുമ്പോൾ പിന്നെ കെട്ടിപ്പിടിക്കണ പോലെ തോന്നിക്കോട്ടെ വെച്ചിട്ട്. പിന്നെ ഉപ്പാടുമ്മ വല്യമ്മ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ വല്യമ്മനൊക്കെ കണ്ട് ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാട്ടിലെത്തി അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.